ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 3 ഇന്നൊരു പ്രത്യേകതയുണ്ട്. സുൽത്താന്റെ വക ഒരു ഗിവ് അവേ. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിയുന്ന കുറെ പേരൊക്കെ ഉണ്ട് കേട്ടാ. ഞാൻ പറയാം, എനിക്ക് എന്നാ പ്രൈസ് വേണം. ഇന്ന് വാപ്പാടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അടുത്തൊരു സമ്മാനം ആക്കി കൊടുക്കണ്ടേ? എത്രാമത്തെ പറയാം? സുൽത്താൻ അറിയാമോ? ഇല്ലേ? എത്രാമത്തെ? ഭാബിക്ക് എത്രാമത്തെ എന്ന് പറയാം? ഞാൻ പറയാം 31. 32ാമത്തെ വെഡിങ് ആനിവേഴ്സറി. ചട്ടപ്പി കുട്ടി രാവിലെ എഴുതിട്ട് വന്നു. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ പ്രത്യേകത സ്ഥലത്തോട് വന്ന ശേഷം നമ്മുടെ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി. വീഡിയോ എടുപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. വീട് കണ്ടിട്ട് അവള് രാവിലെ എഴുന്നേറ്റു. അവള് ഹോട്ടലിലൊക്കെ പോയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടാ. കളിക്കാനുള്ള സമയം കളിക്കാം. അവളങ്ങ് വിട്ടേക്ക്. അവളുടെ ഇഷ്ടത്തിനങ്ങ് വിട്ടേക്ക്. പിടിച്ചു വെക്കണ്ട. ഇതാണ് പ്രത്യേകത. ഈ കഴിഞ്ഞ വീഡിയോക്ക് പോലും നമുക്ക് കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് പോലും ഇങ്ങനെ ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കും, വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിശേഷം അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല. ഉണ്ട്. ആ ദിവസം ഓർക്കണം നമ്മള് പല അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയം. ഇപ്പൊ ഇരവശമീന് ബോംബിട്ടത് എല്ലാരും ഓർക്കൂലേ? അതുപോലത്തെ ഒരേ കാര്യങ്ങൾ അത് നമ്മൾ എപ്പോഴും ഓർക്കും. ഇന്നലെ സൽമാൻ പറഞ്ഞു കേട്ടില്ലേ? എന്താണ് വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോ? എന്താണ് സലു ചട്ടിങ്കലാകുമ്പോ ചട്ടിയും മുട്ടിയൊക്കെ നമ്മൾ അടിച്ചു പോയി. സുൽത്താൻ അതിലിരുത്താം. സനയും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചാലും ഇങ്ങനെ ഇരുത്താം. അവൾക്ക് ഇങ്ങനെ ഇരിക്കണ ഇഷ്ടമില്ല കേട്ടാ. അവൾക്ക് ഇങ്ങനെ ഓടിച്ചാടി പോണം. അപ്പൊ താഴെ ഇപ്പൊ വിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ക്യാമറ തള്ളിയിട്ടേ. അപ്പൊ നമ്മുടെ ഈ 32 വർഷത്തിന് കഥയൊക്കെ പറഞ്ഞ സമയം. 32 വർഷം ഇങ്ങനെ കഴിഞ്ഞു കൂടാൻ നമ്മള് ഭാഗ്യം ജനിച്ചതിൽ ഒരു പകുതി ഭാഗ്യമാണെന്ന് പറയാം. ഞാൻ ഇന്നലെ സംസാരിക്കാറുണ്ട്. നമ്മൾ ഇത് ആദ്യമേ 32 വർഷമാണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നല്ലേ. സന്തോഷമില്ല, അടിച്ചുപൊളിച്ച് ജീവിച്ചില്ല. പറഞ്ഞാല് 2 മീനിങ് ഉണ്ട് കേട്ടാ. അടിച്ച് പൊളിച്ച് ജീവിച്ചില്ലേ. സൽമാൻ ഇന്നലെ പറഞ്ഞല്ലേ ചട്ടിയും കലവും ആവുമ്പോ ചട്ടിയും കലവും തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോവും. പിന്നെ നമുക്ക് ഇതൊക്കെ പക്ഷെ നമുക്ക് നിങ്ങൾക്കൊക്കെ തരാനുള്ള 32 ആവാത്തവരുണ്ടാവും, അല്ലെങ്കിൽ 50 പക്ഷെ നമുക്ക് തരാനുള്ള ഉദ്ദേശം നമ്മൾ 50,000 ഉപദേശം നമ്മൾ അനുഭവം പറഞ്ഞുതരാം. എന്താണ് സമയം ടിപ്സ്? പരസ്പര സ്നേഹവും ബഹുമാനവും. അതാണ് നമ്മൾക്ക് സ്നേഹവും വേണമെന്നോ? പരസ്പര സ്നേഹവും ബഹുമാനവും. അതൊന്നും അല്ല. എന്റെ കൂടെ ഒരു സാധനം കൂടെ വേണം, ഇമ്പോർട്ടന്റ് ആയിട്ട്. എന്താണ്? വിട്ടുവീഴ്ച മനോഭാവം. അത് വേണം കേട്ടാ. അതിനാണ് ഞാൻ ഇന്നലെ വേറെ കാര്യം പറഞ്ഞത്. ഇപ്പോഴത്തെ റിലേഷൻഷിപ്പില് ആദ്യത്തെ രണ്ടുണ്ട്, പരസ്പര സ്നേഹവും ബഹുമാനവും. വിട്ടുവീഴ്ച ഇല്ല, അതൊരു ഫാക്ടറേ അല്ല. വിട്ടുവീഴ്ച വേണം എങ്കിലും മാത്രമേ. അപ്പൊ ചോദിക്കും, വിട്ടുവീഴ്ച ഇല്ലെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ ഇന്നലെ വെഡിങ് ആനിവേഴ്സറി വന്നപ്പോ ഈ കാര്യം പറഞ്ഞപ്പോ തന്നെ അവൻ പറയാണ് ഇതൊക്കെ പറഞ്ഞു. ഇമ്പോർട്ടന്റ് വിട്ടുവീഴ്ച എന്ന് വെച്ചാൽ നല്ല ഇത് ആരെങ്കിലും ചെയ്യണം വിട്ടുവീഴ്ച. കണ്ട, ആരെങ്കിലും അത് രണ്ടുപേരില് ആരെങ്കിലും ഒരാള് വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ എളുപ്പമാണ്. അല്ലാതെ നമ്മള് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മള് ഒരുപാട് വർഷം ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. അപ്പൊ പരസ്പരം ഇപ്പൊ ആണായാലും പെണ്ണായാലും പരസ്പരം അവരെ മനസ്സിലാക്കി. ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല കേട്ടോ. കുറെ വർഷം നമ്മൾ അവരോട് ജീവിക്കുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആ വ്യക്തികളെ തമ്മില് മനസ്സിലാവും. അതാണ് ഈ ലവ് മാരേജ് പറയുന്നത് കേട്ടാ. അപ്പൊ എനിക്ക് ഞാൻ ചില സമയത്ത് വിചാരിക്കുന്നറിയോ, ലവ് മാരേജ് ആണ് നല്ലതെന്ന് തോന്നിപ്പോ. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കും. പക്ഷെ നല്ല ബുദ്ധിയുള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ നോക്കി നല്ല കുടുംബവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അല്ലാതെ ഈ നമ്മള് വരെയും കണ്ടിട്ട് എവിടെയെങ്കിലും കണ്ട് ബന്ധുവാണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെടുത്ത് വെച്ച് കല്യാണം കഴിപ്പിക്കുക തമ്മിൽ ചോദിച്ചു പോവില്ല. കുടുംബങ്ങൾ തമ്മിൽ യോജിക്കത്തില്ല. ഞാനന്ന് വേറൊരാളായിട്ട് വലിയ ഡിബേറ്റാണ്. ഞാൻ പറഞ്ഞ് നമ്മൾ കല്യാണം കഴിപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് കുടുംബമാണ് നോക്കേണ്ടത്, അല്ലാതെ ആ വ്യക്തിയെ കല്യാണം കഴിക്കുന്ന വ്യക്തികൾ അത് വേണം ഇല്ലെന്നുള്ളതല്ല. അവരെ പഠിത്തവും ബാക്കി കാര്യം. പക്ഷെ കുടുംബം ഇമ്പോർട്ടന്റ് ആണ്. ചിലതൊക്കെ നല്ല വലിയ ഒരുങ്ങി വലിയ ബന്ധവും വല്ല വിദേശത്തും മറ്റേന്നൊക്കെ പറഞ്ഞ് വലിയ ഇതൊക്കെ. പക്ഷെ നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴാണ് സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത ബന്ധങ്ങളുണ്ട്. അതെ,
കുടുംബം എന്ന് പറയുമ്പോഴേക്കും ആ പണമല്ല കേട്ടോ, അതിലൊരു ഇമ്പോർട്ടന്റ് ഫാക്ടേ അല്ല. കുടുംബം എന്ന് പറഞ്ഞാൽ അത് വേറെ ആ രീതിയാണ്. കുടുംബം ജീവിച്ചു വരുന്ന രീതിയിലേക്ക് ആ മക്കൾ വളർന്നു വരുന്നത്. അപ്പൊ ആ മക്കളെ എല്ലാ സ്വഭാവം എവിടുന്ന് കിട്ടുന്നത്, കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ അതുമായിട്ട് ഇതൊന്നും ബന്ധമില്ലല്ലോ. അതുമായിട്ട് നമ്മൾ ഈ വിവാഹവാക്യം അല്ല അങ്ങനെ അങ്ങനെ കുടുംബം അല്ലല്ല, അങ്ങനെ നല്ല ഒരു കുടുംബം അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ടാണ് ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് പറയാമല്ലോ. എന്റെ ബേസ് ആണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം നല്ല കുടുംബത്തിൽ നിന്ന് വരുന്നവര് അവര് കുടുംബജീവിതം നയിക്കും. നമ്മൾ ഈ സുൽത്താൻ പറഞ്ഞല്ലേ, ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ പഠിച്ചവന് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ നല്ല തുടക്കം ശരിയാവുകയാണെങ്കിൽ ഒടുക്കവും ശരിയാവും എന്ന് പറയുന്നത്. അപ്പൊ നല്ല കുടുംബത്തിൽ നിന്ന് പറഞ്ഞാൽ മാത്രം പോലെ നമ്മൾ പടച്ചവനെ പേടിച്ച് തന്നെ ജീവിക്കണം അല്ലേ? അതൊക്കെയാണ്. അപ്പോഴേക്ക് എല്ലാം താനേ വരും. അപ്പൊ ഇതിനിടയിൽ ഇതാ നമ്മുടെ സനമോള് വന്നിട്ട് ക്യാമറ ഒന്ന് ഷേക്കാക്കി, അത് കഴിഞ്ഞ് നമ്മൾ ഇതാ വീണ്ടും വന്നിരിക്കുകയാണ്. സനമോളുടെ കൂടെ ആരെങ്കിലും വേണം കേട്ടോ, അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ഇവിടെ ഇതുപോലെ 5 മിനിറ്റ് പോലും നമുക്ക് പിടിച്ചു വെക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പോയിട്ട് എവിടെങ്കിലൊക്കെ കേട്ടാ. എനിക്ക് ജോലി ചെയ്യുമ്പോ കിച്ചണിൽ ഇല്ലെങ്കിൽ ഇങ്ങനെ അവളുടെ കൂടെ വന്നിരുന്ന് അവളുടെ കളികളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പറഞ്ഞു അതല്ല, സൽമാനും ഫാബിയുമായിട്ട് ഒറ്റയ്ക്ക് പുറത്തു പോവില്ലേ, വീട്ടിൽ പോവില്ലേ എന്നൊക്കെ കുറെ കമന്റ്സ് വരാറുണ്ട്. ഇവര് ഷൂട്ട് ചെയ്യാത്ത ഞാൻ വിളിച്ചു. സൽമാൻ ഇഷ്ടമില്ല ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട് എന്ന് പറയുന്നത് വലിയൊരു മെനക്കെട്ട ഒരു പരിപാടിയാണ്. ചാനൽ ഉണ്ടായിരുന്ന വ്യക്തികളാണ്. പിന്നെ ഇവർക്കൊന്നും ആരും ഇപ്പൊ ഞാൻ സുൽത്താന്റെ അടുത്ത് തന്നെ പറയും, സുൽത്താൻ ഇച്ചിരി വീഡിയോ എടുത്തൊന്ന് വിടാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഉമ്മ വീഡിയോ എടുക്കാനാണെങ്കിൽ എന്റെ അടുത്ത് പറയരുത്, ഞാൻ ചെയ്യത്തില്ല. അപ്പൊ അവനതിനോട് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാരും ചോദിക്കുന്നില്ലേ ഫാബി വീട്ടിൽ പോണില്ലേ, ഫാബി വീട്ടിൽ പോണില്ലേ. എനിക്ക് ഇവിടെയാണ് കംഫർട്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു. ആൾക്കാർ അവരവരുടെ കംഫർട്ടുകളെടുത്ത് അവര് നിൽക്കുള്ളൂ. സുൽത്താന്റെ അടുത്ത് പിന്നെ ഞാൻ പറയുന്നത് കാരണം അതല്ല, ഈ ഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് കാര്യം എനിക്കും നിസ്സറിയാക്കും നമുക്കിതൊരു പാഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ വീഡിയോ ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. എന്റെ ജീവിതം തട്ടി പോണത് ഇങ്ങനെയാണ്, ഈ എൻഗേജ്മെന്റ് ആണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തും പിന്നെ വേറെ കാര്യം, കൂടുതലും സമയം നിസ്സാറിക്ക പള്ളിയും ഇതുമായിട്ടൊക്കെയാണ് നടക്കുന്നത്. അതിൽ കുറച്ച് സമയമാണ് ഇവിടെ വന്ന് വീഡിയോ വയ്ക്കുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ നിസ്സാറിക്ക കൂടുതലും ഞാൻ എന്തെന്നറിയോ, ഞാൻ എന്റെ ജോലി ചെയ്യേണ്ട സമയത്ത് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് ഗൾഫിലൊക്കെ ഒരു 10-30 വർഷം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അത്രത്തോളം നിങ്ങൾക്ക് ഗൾഫുകാർക്കൊക്കെ അറിയാം. അവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. നമ്മൾ ഈ നാട്ടിൽ ചെയ്യുന്നതിന്റെ ഇരട്ടി ജോലി ചെയ്യുവാണ് അവിടെ അല്ലേ. നമുക്ക് വേറെ കുടുംബം ഇല്ലാത്ത സമയമുള്ളവരുണ്ട്, കുടുംബം ഉള്ളവരുണ്ടെങ്കിലും തിരക്ക് പിടിച്ച ജീവിതമാണ്. ഞാൻ വിചാരിച്ചു എല്ലാവരും നാട്ടുകാർ പെൻഷൻ പറ്റുന്ന സമയമാകുമ്പോൾ നാട്ടിൽ വരിക, ഒന്ന് റിലാക്സ് ചെയ്യുക, ആത്മീയമായിട്ടൊക്കെ കുറച്ച് ജീവിക്കുക. നമുക്ക് ഏതായാലും ജീവിച്ചാൽ മരിക്കും അല്ലേ. അപ്പൊ മരിച്ചു പോകുമ്പോൾ കുറച്ച് സമ്പാദ്യം കൊണ്ടുപോകണത്. ഇവിടുത്തെ സമ്പാദ്യമല്ല, മരണാനന്തര സമ്പാദ്യം. ആ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നതിനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കുറച്ച് ആത്മീയമായിട്ടൊക്കെ ജീവിച്ചു പോകുന്നു. എന്നാ എന്ന് പറഞ്ഞിട്ട് കുടുംബകാര്യങ്ങളൊന്നും തടസ്സപ്പെടുത്തുന്നില്ല. ഉണ്ടാ ഇല്ല കുടുംബകാര്യങ്ങൾ നോക്കാതെ ഒന്നും ഇരിക്കുന്നു അങ്ങനെ ഒരു വ്യക്തിയൊന്നുമില്ല. അപ്പൊ അതാണ് നമ്മളുടെ ഇതിൽ ഞാൻ വിവാഹം എന്ന് പറയുമ്പോൾ വീണ്ടും അതിലേക്ക് വരികയാണ്. പുതിയ ജനറേഷനോടാണ്, അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞാണ് പുരുഷന്മാരായാലും സ്ത്രീകളായാലും, നിങ്ങൾ ചിലപ്പോൾ സ്ത്രീകളും ജോലിയുള്ളവരായിരിക്കും, അപ്പം പുരുഷന്മാരും ജോലിയുള്ളവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും, അല്ലാതെ ഞാന് ജോലി ചെയ്യത്തില്ല അല്ലേ സുൽത്താനെ. കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വൈഫിനെയൊക്കെ സഹായിച്ചൊക്കെ ജീവിക്കണം കേട്ടാ. അപ്പൊ അതല്ല രസം. നമുക്ക് ഇതെല്ലാം നിൽക്കാം. ഉപദേശം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സ്നേഹത്തിനും സന്തോഷത്തിനും ജീവിക്കുക. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ എഴുതാം. നമ്മൾ പറഞ്ഞത് ശരിയാണോ, ആരൊക്കെ യോജിക്കുന്നുണ്ട് വിയോജിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ ഒരുപാട് കാട് കയറി ഇന്ന് എന്തെങ്കിലും വിശേഷങ്ങളോ അല്ല എനിക്ക് വല്ല ഉണ്ടാക്കി തരുമെന്നുള്ളത് നമുക്ക് നോക്കാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എന്തായാലും നമ്മളുടെ റിസ്വാന്റെ വിശേഷങ്ങളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. പറഞ്ഞ ആള് കുത്തി മറിച്ച് എന്തൊക്കെ ചെയ്യുന്നു ഇവിടെ. കസേരയൊക്കെ മറിച്ചിട്ട് നമ്മുടെ ക്യാമറയുടെ സ്റ്റാൻഡ് മറിച്ചിട്ട്. എനിക്കിവിടെ മോളെ ഇപ്പൊ നടക്കാനുള്ള ഒരു ശ്രമമാണ് കേട്ടാ. അവളുടെ വാക്കതാണിത്. ഇപ്പൊ കാണിച്ചു വാക്കർ ഇതാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157
റിസ്വാന്റെ വരവും പോക്കും ഒക്കെ ആയിട്ട് പിടീന്നായി പോയായിരുന്നു കേട്ടോ. കാരണം അവൻ അധിക ദിവസം ലീവ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അവന് പോകുമ്പോഴേക്ക് കുറച്ച് കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങി തരാം എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു വേണ്ടുമ്മ അതൊക്കെ എനിക്ക് അവിടെയും കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ അത്യാവശ്യം വേണ്ടത് നോക്കി എടുത്തു തരാൻ മോനെ, നീ ആവുമ്പോ അങ്ങനെ ചെയ്യത്തില്ലല്ലോ. അങ്ങനെയാണ് നമ്മളിപ്പോ ലുലുവിലേക്ക് പോണത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ലുലുവിൽ പോയി വാങ്ങിക്കത്തക്ക സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുമ്പം അത് ഭയങ്കര ഒരു ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യമല്ലേ. അങ്ങനെയാണ് ഇപ്പൊ നമ്മളെല്ലാരും വന്നത്. നമ്മുടെ നിസാറിക്ക ഇല്ല, നിസാറിക്ക പള്ളിയുടെ കാര്യത്തിനായിട്ട് പോയിരിക്കുകയാണ്. ഇങ്ങനെ സനമോളാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ. കാര്യം എന്താണെന്നറിയാവോ, കൊച്ചമാര് മാറിയും തിരിഞ്ഞും ഒക്കെ എടുക്കാനുണ്ട്. അവൾക്ക് ഇപ്പൊ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിലായി വരുന്ന ആ ഒരു പ്രായമല്ലേ. അപ്പം ഇങ്ങനെ ഈ കൊച്ചു കുട്ടികൾ അടുത്തൂടെ പോയാലും അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവരെയൊക്കെ വിളിക്കും, ഇതാ കണ്ട, ഇതൊക്കെ കണ്ടിട്ട് അവളിങ്ങനെ താന്നൊക്കെയാണ് ഓരോന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു പ്രായത്തില് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് ലൈറ്റായിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിപ്പം മുകളിലേക്ക് പോയിട്ട് ഭക്ഷണം ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ താഴെ ഇനിയിപ്പം സാധനം എടുക്കാനായിട്ടൊക്കെ വരണം. സനമോളും നമ്മൾക്കൊപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇവിടെ വന്നപ്പോഴേക്ക് ഞാൻ ഇതുപോലെയല്ല, എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള ഈ ക്രോക്കറി ഐറ്റംസ്, സ്റ്റീൽ പാത്രങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പാന്, അതൊക്കെ. അപ്പം ഞാൻ റിച്ചുവിന് പാൻ എടുക്കാമെന്ന് കരുതി നോക്കിയപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു പാൻ കണ്ടപ്പോൾ ഓർമ്മ വന്നേട്ടോ, എൻ്റെ കയ്യിലുണ്ട്. അപ്പം അത് കൊടുക്കാമെന്ന് കരുതി. പിന്നെ എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുക്കണമായിരുന്നു. അപ്പം ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഞാൻ എടുക്കണത് കേട്ടോ. വെജിറ്റബിൾസ് ആകുമ്പോൾ ഞാൻ ഒരുപാട് അങ്ങ് വാങ്ങി വയ്ക്കത്തില്ല. പിന്നെ ഈ പച്ചമുളക്, ഞാനിപ്പോൾ ഈ പച്ചമുളകേ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം തൊണ്ടമുളകാണ് തൊട്ടടുത്തിരിക്കുന്നത്. അപ്പൊ ഇപ്പം എനിക്കൊന്ന് പാലക്കാടും എല്ലായിടത്തും ഒക്കെ ലുലു ഉണ്ടല്ലോ, അവിടെയൊക്കെ നമ്മളുടെ ഈ തിരുവനന്തപുരത്തിന്റെ തൊണ്ടമുളക് കിട്ടുന്നുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക കേട്ടാ. അപ്പൊ എനിക്കറിയാമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഓരോ സ്ഥലത്തിന് അനുസരിച്ചാണോ ഓരോ പ്രോഡക്റ്റ് വയ്ക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് കേട്ടോ. അപ്പൊ സാലഡിന് വേണ്ട കുറച്ച് ഇല വർഗ്ഗങ്ങളും ഒക്കെ ഞാൻ എടുക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല അധിക സാധനങ്ങളും ഒന്നും എടുത്തിട്ടില്ല. ട്രോളിയിലിരിക്കുന്ന നമ്മുടെ സനബേബിയുടെ ബാഗാണ് കേട്ടോ. അപ്പൊ തൊട്ടടുത്ത് പോകുന്നെങ്കിൽ ഞങ്ങൾ ഇതുപോലെ സനമോൾക്കുള്ള ബാഗ് കരുതിയിരിക്കും. കാരണം ഏത് സമയത്താണ് കുഞ്ഞുങ്ങളല്ലേ, അവരുടെ സ്വഭാവം മാറണമെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത്യാവശ്യം വേണ്ടതൊക്കെ എടുക്കും. അങ്ങനെ ഇപ്പം ബില്ലൊക്കെ ഇട്ട ശേഷം ഇനിയിപ്പം നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം അവിടെ നിന്ന് സനമോൾ ഇതൊക്കെ സൽമാൻ എടുത്ത് കഴിക്കാനായിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. അതൊന്ന് കഴിക്കുകയാണ്. അപ്പം എന്നെ പോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും അല്ലേ, മക്കളെല്ലാവരും ഒത്തുകൂടി നിൽക്കുമ്പം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വൈബാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഇവരിൽ ഒരാളായിട്ടേ നിൽക്കത്തുള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനെ തന്നെ നിൽക്കാനാണ് ഇഷ്ടം. അല്ലാതെ ഒരു ഉമ്മ എന്നുള്ള പദവിയൊന്നും ഞാൻ അവിടെ എടുക്കാൻ നിൽക്കത്തില്ല. ചുരുക്കം പറഞ്ഞാൽ അവർക്കൊപ്പം അവരൊരു കൂട്ടുകാരിയെ പോലെ എന്നെ കണ്ട് ആ ഒരു രീതി തന്നെയാണ് എനിക്കിഷ്ടം കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ്? പക്ഷേ നമ്മൾ ലൈഫ് എന്ന് പറയണത് ഒരു ലൈഫേ ഉള്ളൂ അല്ലേ. അപ്പം നമ്മൾ ആ ഉള്ള സമയം സന്തോഷത്തോടു കൂടിയൊക്കെ അവർക്കൊപ്പം നിന്ന് അവരിലൊരാളായിട്ട് കഴിഞ്ഞു പോകണം. എൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സനമോള് എൻ്റെ 4ാമത്തെ മോളെന്ന് പറഞ്ഞപ്പോഴേക്ക് കുറച്ച് പേര് കമന്റ് ചെയ്ത് ഇല്ല ഇത്താടെ 5ാമത്തെ മോളല്ലേന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞതാണ് കേട്ടാ. നിങ്ങളുടെ ആ ഒരു റിയാക്ഷൻ അറിയാൻ വേണ്ടി തന്നെ പറഞ്ഞതാണ്. എന്ത് തരാൻ സന? അപ്പതാ ഇന്നത്തെ വ്ലോഗ് അങ്ങനെ കഴിഞ്ഞു. ഇങ്ങനെ യാത്ര ചെയ്യാൻ മോക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി ഫാബി മോളെ ഞാൻ അങ്ങനെ ഒരു ഇതിൽ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് 5 പിള്ളേരുണ്ട്. ആ 5 പിള്ളേരും ഒരുപോലെ തന്നെയാണ്. ഇപ്പൊ സനമോളും ഉണ്ട്. അങ്ങനെ തന്നെ ഞാൻ അവരെയൊക്കെ നോക്കത്തുള്ളൂ. പിള്ളേരെയും കാത്തിരിക്കായിരുന്നു കേട്ടോ നിസാറിക്ക ചെടികൾക്ക് വളയിടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചപ്പോഴേ ചോദിക്കണ്ടായിരുന്നു ഇടുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അവന്മാര് വരട്ടെ എന്ന്. എന്തായാലും പിള്ളേരെ എല്ലാം പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഇതെന്തോന്ന് ചാണകോ? ചകിരിച്ചോറ് എന്തിന്റെ ബോൺമീല് എല്ലാത്തിന്റെയും ഓർഗാനിക് പീപ്പിളെന്ന് പിന്നെന്തോ നല്ല നാറ്റം. സമയത്തറിയാം അത് മീനത്തില്ലേ
ഞാൻ മറന്നുപോയി കേട്ടോ, നമ്മളത് ഇത് മറ്റേ ചാണകപ്പൊടി. ഇപ്പൊ മനസ്സിലായ ആട്ടിൻകാട്ടമൊക്കെ വലിയ വിലയുള്ളതാണ്. കടലപ്പിണ്ണാക്ക് ഇതൊക്കെ ഇടുമ്പോഴേ അത് അതിൻ്റെതായ രീതിയിലൊക്കെ വരത്തുള്ളൂ. ഇപ്പൊ സമയം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ്, ഇടേണ്ട ടൈം കഴിഞ്ഞ്. അങ്ങനെ പിള്ളേരെ എല്ലാം പിടിച്ചു നിർത്തിയിട്ട് നിസാറിക്ക് ശരിക്കൊക്കെ വളം മിക്സ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടാ. എനിക്ക് വളമിടലൊക്കെ നല്ല ഇഷ്ടമുള്ള, കൃഷിയൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്തെന്നറിയാം, ആരെങ്കിലും കൂടെ വേണം. ഇത് ഇത് ആട്ടിൻകാട്ടമാണേ. ആട്ടിൻകാട്ടമൊക്കെ ഇപ്പൊ ഞങ്ങളിവിടെയൊക്കെ ആണെങ്കിൽ പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത് കേട്ടാ. പണ്ടത്തെ ഈ പറഞ്ഞ മാതിരി നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ആകുമ്പോഴേക്കും ആടുണ്ടാവും, പശു ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് എടുത്താൽ ഇത് നമ്മുടെ പുതിയ അതിഥി വന്ന് ഇരിക്കുന്നു നോക്കുന്നത് നോക്കിയേ. പിന്നെ ഇത് കണ്ട സംഭവം ചാണകപ്പൊടിയാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇപ്പം അതായത് ഇപ്പൊ ഇതെല്ലാം ഉള്ളവർക്ക് നമുക്ക് അതിശയം തോന്നുന്നു ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു എന്നുള്ളത്. കാരണം ഇവിടെ അതിനുള്ള വകുപ്പേ ഉള്ളൂ കേട്ടാ. പിന്നെ ഈ ഇടുന്നത് കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും പിന്നെന്താ വേപ്പും പിണ്ണാക്കെന്ന് പറയും. ഇതാണ് വേപ്പും പിണ്ണാക്ക്. അതും പിന്നെ നമ്മുടെ ഈ ചകിരിച്ചോറ് കുതിർത്ത് വെച്ചിട്ടില്ലേ, അപ്പൊ ഇതെല്ലാം കൂടി പ്രൊപ്പോർഷൻ ഉണ്ട്, അത് ചേർത്തിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കൂടി പോകുന്നു പറയും. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ചേർത്ത് കൊടുക്കണത് കേട്ടാ. ഇതില് സുൽത്താന് നല്ല താല്പര്യമാണ്. എനിക്ക് സുൽത്താന മതിയായിരുന്നു. സുൽത്താൻ ഉണ്ടെങ്കിൽ ഞാൻ കൃഷിയൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു. സുൽത്താൻ ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ അവൻ ഈ എടുക്കുമ്പോ തന്നെ പറഞ്ഞു, വാപ്പ എനിക്ക് കുറച്ച് കൊണ്ടുപോകാൻ കൂടി തരണേന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ മതിലിന്റെ മുകളിലല്ലേ നമ്മൾ എടുത്ത് വെച്ചിരുന്നത്. അപ്പൊ നിസാർക്ക് ഇതിനിടയിൽ അന്ന് വാങ്ങിച്ചപ്പോ തന്നെ കുറച്ച് ട്രേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റൗണ്ടിനുള്ള ട്രേ നമുക്കന്ന് കിട്ടിയുള്ളൂ, സ്ക്വയർ ആയിട്ടുള്ളത് നോക്കിയിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അപ്പൊ ഇനിയിപ്പം അത് ആ ഒരു രീതിയില് വളം ഇടാനായിട്ട് പോവാം. ഇതിന്റെ മോൾവശത്തുള്ള കുറച്ച് മണ്ണേ സമയം മാറ്റിയിട്ട് വളം ഇട്ട് കൊടുക്കണം. ഈ മാറ്റുന്ന മണ്ണിൽ തന്നെ വളം ചേർത്ത് കൊടുത്താലും മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് 1-2 ചട്ടിയില് വളം ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിട്ട് മുകളിൽ ഈ മണ്ണ് തന്നെ തിരിച്ചിടും. രണ്ടിട മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ ഇതെല്ലാം ഈ വളം തന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് മണ്ണും ഇട്ടിട്ട് തിരിച്ചു വെക്കുവാണ്. കുറച്ച് വളം കയറണമെന്നേ ഉള്ളത്, എങ്ങനെയായാലും അത് കുഴപ്പമില്ല. നമ്മൾ പിള്ളേരെയൊക്കെ നോക്കത്തില്ലേ, അതുപോലെയൊക്കെ തന്നെയാണ്. കറക്റ്റ് സമയാസമയങ്ങളിൽ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് പൂക്കൾ വരികയും കായ്ഫലം ഉള്ളതാണെങ്കിൽ കായ്ഫലം വരികയും ഒക്കെ ചെയ്യും. കണ്ട ഈ ട്രേ ആണ് അന്ന് വാങ്ങിയത്. അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇത് പാകം കറക്റ്റ് ആവുമോ എന്തോ. എനിക്ക് അവിടെ വെച്ച് വാങ്ങിയപ്പം ഒരു ഡൗട്ട് തന്നെ ആയിരുന്നു കേട്ടാ. അപ്പൊ ഇതിപ്പോ ഈ നിസാർക്കൊക്കെ ഒറ്റയ്ക്ക് ഈ ചട്ടി എടുത്ത് താഴെയൊന്നും എടുത്ത് വെക്കാനും പറ്റത്തില്ല. അതാണ് പിള്ളേരെ വെയിറ്റ് ചെയ്തിരുന്നത് കേട്ടാ. അപ്പൊ ഇവരാരെങ്കിലും ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പൊ എനിക്കും കൈ വയ്യ, പിന്നെ ഫാബിമോളെ കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്യിക്കത്തില്ല. പെൺപിള്ളേരല്ലേ, നടുവൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതൊന്നും ശരിയാകത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ളത് ചെയ്യില്ല. അപ്പൊ അതാ ഇങ്ങനെ ഓരോ ചെടികളും എടുത്തിട്ട് എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്ത് വെക്കാണ്. ഇവിടെ പുതിയ ഹെൽപ്പർ വന്ന പുതിയ സൂപ്പർവൈസർ വന്നപ്പം പണിയൊക്കെ പെട്ടെന്നിട്ട് നടക്കണം അല്ലേ. എന്താണ് പറയാനുള്ളത്? എന്താണ് കോൺട്രാക്ടറിന് പറയാനുള്ളത്? ഹലോ സൂപ്പർവൈസർ, ഹലോ, എന്ത് പറയാനുള്ളത്? എന്തെന്ന് പറയാനുള്ളത് സാർ? എന്താ പറയാനുള്ളത് മാഡം? പണിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ മാഡം? കഴിക്കുന്നത് കഞ്ഞിയല്ല, പഴം കഞ്ഞി. അല്ല, നിങ്ങൾ കണ്ടിട്ട് അറിഞ്ഞിട്ട് ചോദിക്കുമ്പോ ഒരു രസത്തിൽ കണ്ണിമാങ്ങാച്ചാർ, നല്ല പുളിയൊക്കെ ഉള്ള കട്ടിയുള്ള തൈരാണ് കേട്ടോ. അപ്പൊ റിച്ചു വന്ന പോലെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഉമ്മ പഴങ്കഞ്ഞി വേണം എന്നുള്ളത്. വേറെ ഒന്നും അവ ആവശ്യപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു ഒരുപാട് കുടിക്കണ്ട, കുറച്ച് കുടിച്ചാൽ മതി. ഇത് നമ്മുടെ കൊച്ചുള്ളിയും മുളകും, അതായത് ഉടങ്കൊല്ലി മുളകും വെളിച്ചെണ്ണയും പുളിയൊക്കെ ചേർത്ത് ഞരടി എടുത്തതാണ് കേട്ടോ. അതും അടിപൊളിയാണ്. പിന്നെ ഞാൻ ഈ സംഭവം നമ്മുടെ മരിച്ചീനി ഇതൊക്കെ കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ആവുന്നത് കേട്ടോ. പിന്നെ മോര് കറി, അല്ലാതെ ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള സംഭവം എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ ഉണക്കമീൻ കേട്ടോ. അടിപൊളിയല്ലേ. റിച്ചുവിൻ്റെ ആഗ്രഹം എന്തായാലും ഒന്ന് സാധിപ്പിച്ചു കൊടുത്തു. ഇത് നമ്മുടെ റിച്ചുവിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഓടിച്ചെന്ന് കുക്കർ വാങ്ങിയിട്ട് വന്നതാണേ. അപ്പൊ അവന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ എത്ര ഗ്ലാസ് അരി ഇപ്പൊ കഴുകിയിട്ട്? 1 ഗ്ലാസ് അരി ഇട്ടും അവന് എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള പറയാണ്. ഇത് അറിയല്ല എന്താണ്
ഗ്രാമ്പൂ, പട്ട, പട്ട, ഏലക്ക. ഏലക്ക. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഉമ്മ ഇത് ഇത്രയും കാണിച്ചു തന്നത് കേട്ടാ. ക്വിക്ക് ട്യൂട്ടോറിയൽ പോകുന്നതിന്റെ 3 മിനിറ്റ് മുമ്പ്. ഇത് ഒരു ചെറിയ സവാള മതി കേട്ടാ. അത് കട്ടിയുണ്ട്. അല്ലെങ്കിൽ ഇതിപ്പോ എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഓക്കെ, അത് വിട്ടേരെ. പിന്നെന്ത് വേണം? എന്ത് മാറ, നെയ്യ് വേണ്ടേ? ഇത് അവിടെ നിന്ന് ഉണ്ടാക്കുമ്പോ വീഡിയോ അയച്ചു തരാം. അത് ശരിയാവില്ല. അതാ കുറച്ച് നെയ്യ്. ഞാൻ പറഞ്ഞ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യണതാണ്. ഇത്രയും മതി. ഇതൊക്കെ ഓർത്ത് വെച്ചാൽ അല്ല ചുമ്മാതെ ഇപ്പൊ കാണിച്ചു കഴിഞ്ഞ് പിന്നെ അത് തീർന്ന്. മോനിപ്പോ 1 ഗ്ലാസ് വെള്ളം എടുത്ത് ആ സെയിം വെള്ളമല്ല, ഗ്ലാസ്, അരി. അല്ല സോറി, 1 ഗ്ലാസ് അരി എടുത്ത് ആ സെയിം ഗ്ലാസ്സിൽ 1.25 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഇതിൽ ഒഴിക്കാൻ. ഇനി ഒരു 1/4 ഗ്ലാസ്. 1.25 എന്നുള്ളത് ഇത്രക്കായാലും മോന് കുഴപ്പമില്ല കേട്ടാ. എന്തായാലും 1.5 ഇടണം. കരിയുടെ ഡബിൾ ഒരു അരയെങ്കിലും കൂടിയിരിക്കണം വെള്ളം. അല്ലല്ല, 1 ഗ്ലാസ്സിന് 1.25 മതി ഈ അരിക്ക്. ഇനി എന്ത് ഇട്ടില്ല നമ്മളിതില്? ഉപ്പ്. അപ്പൊ പാകത്തിനുള്ള, ഒരുപാട് ഉപ്പൊന്നും ഇടരുതേ, കുറച്ചിട്ടാ മതി കേട്ടാ. ഇട്, ഇളക്ക്. ഓക്കെ, ഇത്രയും മതി. അടച്ച് വേവിച്ചാ പോരെ. ഇനി കുക്കർ അടക്കി, സ്വന്തമായിട്ട് തന്നെ അടക്കി. അരി പോവാത്ത രീതിയിൽ. റിസാന് പോണെന്നായപ്പോ ഭയങ്കര ടെൻഷൻ വന്നു. കുറച്ച് ആണ്ടിപ്പരിപ്പ്, ക്രിസ്മസ് ഒക്കെ, ഇതൊക്കെ നമ്മള് എളുപ്പത്തിന് അതിലങ്ങ് ഇടയാണ്. കുറച്ചിട്ടാ ഇതില്. കുറച്ച് മതി. ഓക്കെ, അടക്കി. അടയ്ക്കാൻ പഠിക്കുന്നത് ആദ്യം. അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് ഒരു കൈ ഇവിടെ വെക്കണം. അമർത്തി അടക്കി. അതെ, ഇതിട് വെയിറ്റ്. അടച്ചല്ല, വെയിറ്റ് ഇടുമ്പോ പ്രസ് ചെയ്ത് നോക്കണം. കാരണം അവിടെ അവന് ഇൻഡക്ഷൻ ആണുള്ളത്. അപ്പം 1300 ആദ്യം വെക്കട്ടെ. ഇച്ചിരി ഒന്ന് കുറച്ച് വെക്ക്. ഓക്കെ, ഒറ്റ വിസില് കേട്ടാ. ഒരു വിസിൽ കേൾക്കുമ്പോഴേക്കും മോൻ ഓഫ് ചെയ്യണം. ഇതിങ്ങനെ സ്റ്റീം അകത്ത് വരുമ്പോഴേക്കും ഈ സംഭവം പൊങ്ങി വരും. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് അത് താഴ്ന്ന ശേഷം മോൻ വെയിറ്റ് പിടിച്ച് നോക്കണം. എന്നിട്ടേ ഓഫ് ചെയ്യാവൂ കേട്ടാ. അടിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്ക് ഇതിപ്പോ ഇവിടെ താന്നിട്ടുണ്ട്. അതാണ് നോക്കാൻ. നിന്റെ ഈ വെപ്രാളം ഒന്നും പറ്റത്തില്ലേ കുഞ്ഞോനെ. ഇനി ഇങ്ങോട്ട് കൊണ്ടുപോവാ. അൺബോക്സിംഗ്. ചിക്കനും കൂടി ഉണ്ടെങ്കിൽ. മോന്റെ ഫോർക്ക് ഉണ്ടോ അവിടെ? ഉണ്ടോ? എന്ത് ചെയ്യണം? ഇളക്ക്, നീ തന്നെ ഇളക്ക് പതുക്കെ. എന്താ മോനെ ഇങ്ങനെ? അങ്ങനെയല്ലേ, ഒന്നും ഒരു റഫ് ഇങ്ങനെ എടുക്കണം. ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടെ, കുറച്ച് തണുത്തിട്ട് എടുക്കുന്നതായിരിക്കും. അങ്ങനെയല്ല, ഇങ്ങനെ എടുത്തിട്ട് ഇതാ അടിക്കി പിടിക്കുക. എന്തെങ്കിലും ചെയ്താ നല്ല മണമൊന്ന്. പാപ്പ പറഞ്ഞത് തണുത്തത് ഇത് തുറക്കുന്ന കുഴപ്പമില്ല. അടിക്കി പിടിച്ച വെള്ളം കുറച്ച് കയ്യിലെടുത്ത് ഇനി മോനൊന്ന് ടേസ്റ്റ് നോക്ക്. ചൂടാവട്ടെ. എങ്ങനെയുണ്ട്? അടിപൊളി. ചിക്കന് മോൻ ഇതുപോലെ, പക്ഷെ ചിക്കൻ ആവുമ്പോ വഴറ്റണം. ഇതിപ്പോ മോൻ വഴറ്റാൻ വേണ്ടി ചെയ്യാതിരിക്കാനാണ് ഉമ്മ ഇത്രയും കാണിച്ചത്. അല്ല, അതിന് എളുപ്പമാണ് ഇതിലെ. ഒറ്റ വിസില് കേട്ടാ മതി. ഇനി ഇത് കഴുകി വേണം അവന് ഇപ്പൊ കൊടുത്തുവിടാൻ. ഇൻഗ്രീഡിയൻസ് ഒക്കെ അറിയാലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ വെപ്രാളം കുറയ്ക്കണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. പെട്ടി കെട്ടിയില്ല ഇതുവരെ. അവര് വേറെന്തോ പാത്രം വേണമെന്ന് പറഞ്ഞു. ഇത് ഞാൻ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇതിപ്പോ വാഷ് ചെയ്ത് എടുത്തു വെച്ചാൽ അവന് ഇൻഡക്ഷൻ കുക്കറാണേ. അപ്പൊ അതില് യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ വേണ്ട. അപ്പൊ ഇതിന്റെ ലിഡിനാണ് ഇതിനും ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൊണ്ടുപോകും മുകളില്. കഴിത്തരാം. ഓക്കെ, റിച്ചിന് കൊണ്ടുപോകാനുള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചതാണ്. പെട്ടെന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. നെയ്ച്ചോറൊക്കെ ഭയങ്കര അത്യാവശ്യമാണ് ഗൈസ്. അങ്ങനെയല്ല, ചില്ലി സോസ് കേട്ടോ. പിന്നെ ഇത് ഞാൻ മോനെ പെട്ടെന്ന് വേണ്ടിയിട്ട് അങ്ങനെ എടുത്തന്നേ ഉള്ളൂ. ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ചത് അവിടെയും കിട്ടുമെന്ന് അറിയാലോ. എന്നാലും അങ്ങനെയല്ലേ, കനിക്കാപ്പി.
പിന്നെ ഇത് ജ്യൂസ് ഒന്നും അല്ല, എടുത്ത് കുടിച്ചോളായിരുന്നു. റൂം തുടയ്ക്കാൻ നേരം ഒരു തുള്ളി ഇട്ടിട്ട് ഇത് പഞ്ഞി അടുക്കളയിൽ തന്നെ വെച്ചേക്കണേ മോനെ. അതുപോലെ ഇത് ബാൻഡേജ് വാങ്ങിച്ചെടുത്തല്ലേ, ബെർണോളും ബാൻഡേജും. പെട്ടെന്ന് പൊള്ളല് എന്തെങ്കിലും കൊണ്ട് പൊള്ളി കഴിഞ്ഞാലേ എടുത്ത് കഴിഞ്ഞാ. പിന്നെ അതെ ഇത് നിനക്ക് ബ്രെഡ് വല്ലതും വാങ്ങിയാലേ അവിടെ കിട്ടത്തേ ഇല്ല അഷ്റഫ് അലി. അഷ്റഫ് അലി അല്ല, ഇതാ കടല ഇത്രയൊന്നുമില്ല, ഈ പെട്ടിയാ തുള്ളാനല്ലേ ഉള്ളൂ. കറങ്ങി കളിക്കാം. അങ്ങനെ ഇതാ നിസാരിക്കയും നമ്മുടെ റിച്ചു മോനും കൂടി എല്ലാം ഒതുക്കി വെക്കാണ്. അപ്പം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം, ചെയ്തു കൊടുക്കുന്ന ആ ഒരു ഇതല്ലേ. അപ്പം ഇപ്രാവശ്യം പക്ഷെ അവൻ തന്നെ പറഞ്ഞു വാപ്പ ചെയ്യേണ്ട, ഞാനെല്ലാം ഒതുക്കി വെക്കാം എന്ന് പറഞ്ഞ്. അപ്പം മനസ്സിലായി കേട്ടാ, ആ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ ആ ഗുണമൊക്കെ അവൻ്റെ ഓരോ പ്രവർത്തികളിലും കാണാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമം തോന്നും കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. റിച്ചുവിൻ്റെ അടുത്ത് നമ്മുടെ വ്യൂവേഴ്സിൽ ഒരുപാട് പേര് പറയും കേട്ടോ, റിച്ചു വരുമ്പോഴാണ് വീടിന് ഒരു അനക്കം വെക്കുന്നതെന്ന്. മാഷാ അല്ലാ, നിങ്ങളെല്ലാവരും നമ്മുടെ റിച്ചു മോനും സുലൂനും സലൂനും നമ്മുടെ സനമോക്കും ഫാബിയമോക്കും ഒക്കെ ദുആ ചെയ്യണം. അപ്പം ദാ ഇത് 2 ഫ്രെയിമാണ് കേട്ടോ. അപ്പം ഇത് സലു ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം അവൻ വന്നപ്പോഴേ പറഞ്ഞിരുന്നു അവനത് വേണം വീട്ടിൽ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഇപ്പം അതും എടുത്ത് പെട്ടിയിലേക്ക് വെക്കാണ്. അവന് ഇതുപോലെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇനിയിപ്പം വൈകിട്ട് 7 മണിക്കാണ് അവൻ്റെ ബസ് കേട്ടോ. അപ്പം അതിന് മുൻപ് തന്നെ ഇതെല്ലാം റെഡിയാക്കി താഴെ കൊണ്ടുവന്നൊക്കെ വെക്കണമല്ലോ. ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് ബാംഗ്ലൂർ വരെ ആണെങ്കിലും ഇറങ്ങുമ്പം ഭയങ്കര ഒരു വിഷമം തോന്നുവാണ് കേട്ടാ. അപ്പൊ ഇതാ അവന്റെ ബാഗാണിത്. എനിക്ക് എടുത്ത് അല്ലേ വേണോ? വേണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം. ഇത്ര ഇഷ്ടാണ് കൊച്ചാക്ക്? ഗുഡ് ഗേൾ. ഇത്ര ഇഷ്ടമാണോ കൊച്ചായ? അത്ര ഇഷ്ടമാ? ഫോക്കസ് ചെയ്യാം ഫുഡില്. ഞാൻ കഴിക്കട്ടെ. ഇങ്ങനെ പോകുന്ന സമയം എപ്പോഴും അവൻ സനമോളയും കൊണ്ട് എത്തി കളിപ്പിക്കണം. അവൻ ഇപ്പോഴും മതിയായിട്ടില്ല. ബൈ 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 ബൈ. അങ്ങനെ ഇപ്പൊ ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അവന് 7 മണിക്കാണ് ബസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് അവിടെ സിറ്റിയിലേക്ക് പോകണമല്ലോ. അപ്പൊ ഇപ്പോഴത്തെ റഷ് എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് നിസാർക്കെ പറഞ്ഞു ഇനിയിപ്പം റിസ്ക് എടുക്കാനൊന്നും നിൽക്കണ്ട, നേരത്തെ അങ്ങ് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം എന്താ അവന്റെ ലഗേജും എല്ലാം എടുത്തു വെച്ചു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വീട് ഉറങ്ങിയ പോലെ ആവും കേട്ടോ റിച്ചു പോയി കഴിയുമ്പോഴേക്ക്. ഇപ്പം സുൽത്താനും സൽമാനും എന്നൊക്കെ പറഞ്ഞാൽ അവർ വേറെ കാറ്റഗറിയാണ്. നമ്മുടെ റിച്ചു മോനുമായിട്ട് അല്ലേ, റിച്ചു മോനുമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു ജോക്കർ ടൈപ്പാണ്. ജോക്കറെന്നല്ല, ഭയങ്കര എന്ത് പറയാൻ, അതെ ഒരു കാര്യം സീരിയസ് ആയിട്ട് അങ്ങനെ എടുക്കുന്ന ഒരു പ്രകൃതക്കാരനോ അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ 3 മക്കളെ. അങ്ങനെ ഇപ്പൊ ദാ തമ്പാനൂരെത്തി. അപ്പം സനമോളാണെങ്കിൽ പാവം ഉറങ്ങിപ്പോയി കേട്ടാ. അപ്പം റിച്ചു കൊണ്ടുവന്ന ഉടുപ്പാണ് സനമോക്ക് ഇട്ടത്. കാരണം അവന് ഭയങ്കര സന്തോഷമാണേ അതൊക്കെ. ഇപ്പം ഇതാ എത്തിയപ്പോഴേക്ക് നമ്മളിതാ ഇവിടെ ഒന്നും പാർക്ക് ചെയ്തുവിടില്ല. അപ്പോൾ അത് കാരണം സലൂന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. സനമോൾ ഉറങ്ങുന്ന കാരണം ഫാബി മോക്കും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അതോ സനമോൾ നന്നായിട്ട് ഉറങ്ങുകയാണ്. അപ്പം റിച്ചു പറഞ്ഞ് വേണ്ട ഭാവി വണ്ടിയിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്കറിയാം കേട്ടോ, ഭാവി കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ അവന് വിഷമമാവാം. അല്ലെങ്കിൽ തന്നെ പറയുന്നുണ്ടായിരുന്നേ പോവാറായപ്പം എന്താണെന്ന് അറിയത്തില്ല ഉമ്മ, എനിക്ക് തിരിച്ചു പോകാനായിട്ട് തോന്നുന്നില്ല, എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു. സാധാരണ റിച്ചു അങ്ങനെ ഒന്നും പറയണതല്ല കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ഭയങ്കര ഒരു വിഷമമാണ്. കാരണം ഇവിടെ വന്ന് എന്നും എപ്പോഴും സന എവിടെ പള്ളി കഴിഞ്ഞ് വന്നവിടെ അവൻ ആദ്യം തിരക്കണത് സനമോൾ എവിടെ എന്നാണ്. ഉറങ്ങണമെങ്കിൽ പറയും എന്ത് ഭാബി കിടത്തി ഉറക്കുന്നത്, എനിക്ക് അവനെ നോക്കണ്ടേ, അവളെ നോക്കണ്ടേ, ഇങ്ങനെയൊക്കെയാണ് പറയണായിട്ട്. അങ്ങനെ ഇപ്പം അവിടെ ചെന്നപ്പോഴേ ബസ് വന്നിട്ടുണ്ടായിരുന്നു, ലഗേജൊക്കെ വെച്ചു. അപ്പൊ ഇതൊരു വല്ലാത്തൊരു വിഷമം പിടിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. യാത്ര പറഞ്ഞൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ. കാരണം സുൽത്താനെ പോലെ അല്ല റിച്ചു എന്ന് പറഞ്ഞാൽ. എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്ത് പറയാ, അവനൊരു ആ ഒരു പക്വത അല്ലേ വന്നിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. അങ്ങനെ ഇപ്പം ബസ്സിന്റെ അകത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് അവനെ യാത്ര അയക്കാനായിട്ട് കയറിയാണ്. അപ്പൊ അവൻ പറയുന്നുണ്ട് കുഴപ്പമില്ല ഉമ്മ പൊയ്ക്കൊന്ന്. അവനാണെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവനും ചിരിച്ചോണ്ടൊക്കെ നിൽക്കണമെങ്കിലും ഭയങ്കര വിഷമമാണ് കേട്ടോ. ഇതാണ് റിച്ചുവിന്റെ സീറ്റ് കിട്ടിയിരിക്കുന്നത്.
അപ്പൊ താഴെ തന്നെ ആയതുകൊണ്ട് അവന് വലിയ പ്രശ്നമില്ല കേട്ടോ. മറ്റേ മുകളിലൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു പേടിയാണ്. ബസ്സൊക്കെ വളയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ ആലോചിക്കുമ്പം ഭയങ്കര വിഷമമാണ്. അങ്ങനെ റിച്ചിൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ് പോവാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇനിയിപ്പം ഇതുപോലെ ന്യൂ ഇയറിനും ക്രിസ്മസിനും ഒക്കെ വന്ന മക്കള് ഉള്ളവരും എല്ലാവരും ഉണ്ടാവില്ല. ഓരോരുത്തരായിട്ട് ചിലർ റിച്ചുവിനെ പോലെ പോയി കഴിഞ്ഞിട്ടുണ്ടാവും, ചിലർ ഇനിയായിരിക്കും പോകുന്നത്. എന്തായാലും നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ കൂടി ഷെയർ ചെയ്യട്ടോ. ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷമാണ് കേട്ടോ അതൊക്കെ വായിക്കുമ്പോൾ തന്നെ. അപ്പം ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.